ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങിയതായി സംശയിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റ് നമുക്ക് കേൾക്കാം. അതിനുശേഷം സൂരജിനോട് ചോദിക്കാം. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു 3-4 വീടപ്പുറം നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിലേക്കുള്ള റോഡിൽ അയിനിക്കാട്ട് മഠം രാമനാഥൻ ചേട്ടൻ്റെ വീട്ടിലാണ് 24-ാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലിയെന്ന് തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടി തന്നെ ആൾക്കാരെല്ലാവരും ഒരു പരിഭ്രാന്തരാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലെ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും വളരെ ഗൗരവമുള്ള വിഷയം ചെന്നെങ്കിൽ എൻ്റെ അടുത്ത് 2 ദിവസം മുൻപ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, നമ്മുടെ ഈ ഭാഗത്തും പുലി ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് സൂരജ്. ഈ പുലികളിയുടെ സമയത്തൊക്കെ പുലികൾ തൃശൂർ ടൗണിനെ സജീവമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങിയെന്ന് അറിയുന്നു. അത് ശരിയാണോ? സൂചനകൾ എന്തൊക്കെയാണ്? കൃഷ്ണ, വലിയ പുലിപ്പേടിയാണ് തൃശ്ശൂരിന്റെ വിവിധ ഇടങ്ങളിൽ എന്നുള്ളതാണ്. ചിറങ്ങരയിൽ 2 ഇടങ്ങളിൽ പുലി ഇറങ്ങി എന്ന ആശങ്കയുണ്ട്. അതിനിടയിൽ 2 സ്ഥലങ്ങളിലായിട്ട് വനംവകുപ്പ് കൂടും സ്ഥാപിച്ച് ഈ പുലിക്ക് വേണ്ടി കെണിയൊരുക്കി ഇരിക്കുന്നതിനിടയിലാണ് ഈ ചാലക്കുടി ടൗണിൽ തന്നെ പുലി ഇറങ്ങി എന്ന സംശയം ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നത്. അവർ പറയുന്നത് 24-ാം തീയതി രാത്രി ഉണ്ടായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുലിയെന്ന് സംശയിക്കുന്ന പുലിയുടെ രൂപസാദൃശ്യമുള്ള ഒരു ജീവി ഈ നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളായ ചില സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമ്മളോട് സംസാരിച്ചത് അവിടുത്തെ കൗൺസിലറാണ്. ഈ ജോജി പറയുന്നത് ഈ മേഖലയിലുള്ള നായകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു എന്നുള്ളതാണ്. അത് പുലി ഈ നായയെ പിടികൂടുന്നു എന്ന ആശങ്കയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അതായത് ഈ കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇത് പുലിയാണോ എന്നുള്ള ഉറപ്പിക്കണം. അങ്ങനെയെങ്കിൽ കൂടുവെച്ച് പുലിയെ പിടികൂടണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ഈ കൂടുതൽ പരിശോധനകൾക്കായി വനംവകുപ്പിന്റെ സംഘം അല്പസമയത്തിനകം ഈ മേഖലയിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. കൂട് സ്ഥാപിക്കണം, പുലിയാണെങ്കിൽ പുലിയെ പിടികൂടണം എന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന. കൃഷ്ണ.